മുസ്ലിം സ്ത്രീകൾ മത്സരിക്കരുത് എന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമസ്തയിൽ ഭിന്നത. സമസ്തയെ വിവാദങ്ങളിലേക്ക് വലിച്ചിടരുത് എന്ന സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഉമർ ഫൈസിക്കെതിരെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം രംഗത്തെത്തിയിരുന്നു. ലീഗിനെതിരെ മാത്രമുള്ള വിമർശനം രാഷ്ട്രീയ തിമിരമാണെന്ന് നാസിർ ഫൈസി കൂടത്തായി ആഞ്ഞടിച്ചു. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഈ വിവാദം പോകുന്നത് എങ്ങോട്ടാണ്? എക്കാലത്തും സമസ്തയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി നിന്നത്, അവരെ എപ്പോഴും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, ഒന്ന് ലീഗ് അനുകൂല വിഭാഗവും മറ്റൊന്ന് ലീഗ് വിമത വിഭാഗവും തമ്മിലുള്ള വാക്പോരുകൾ തന്നെയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും ഒക്കെ തന്നെ ഇത്തരത്തിൽ വിമത ശബ്ദം അല്ലെങ്കിൽ സംസ്ഥയ്ക്കുള്ളിൽ തന്നെ തങ്ങൾ ഒന്നാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനറൽ സീറ്റുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഉമർ ഫൈസി മുക്കം കൃത്യമായി പറയുന്നത്, എന്തിനാണ് ഈ ജനറൽ സീറ്റുകളിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്തിനാണ് മുസ്ലിം ലീഗിലെ വനിതകളെ അല്ലെങ്കിൽ മുസ്ലിം വനിതകളെ മത്സരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ജനറൽ സീറ്റുകളിൽ മത്സരിക്കാൻ ആവശ്യമായ എല്ലാ ആളുകളും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ സമസ്തയുടെ ചില നേതാക്കൾ തന്നെ ആ മേഖലകളിലൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് കൃത്യമായി സ്ത്രീകൾക്ക് ഈ സീറ്റുകൾ നൽകുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ഉമർ ഫൈസി മുക്കം തന്നെയാണ്. അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളും നാസർ ഫൈസി കൂടത്തായും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒക്കെ സംസാരിക്കുകയും ഈ ചില വാർഡുകളിൽ, ജനറൽ വാർഡുകളിലൊക്കെ സ്ത്രീകളെ മത്സരിപ്പിച്ചാൽ മാത്രമേ അത്തരം പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനാകൂ, സീറ്റുകൾ നേടാനാകൂ എന്നൊക്കെ ലീഗ് കൃത്യമായി തങ്ങളെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുകയും ഒക്കെ, സ്ത്രീകൾ ജനറൽ വിഭാഗത്തിൽ തന്നെ മത്സരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് കൃത്യമായി പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മുസ്ലിം കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥി ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്തത്. എന്നാൽ അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊന്നും പോകരുത്. കാരണം രാഷ്ട്രീയ പാർട്ടികളാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഏതെങ്കിലും രീതിയിൽ അവർ പിന്തുണ അഭ്യർത്ഥിച്ചാൽ അവർക്ക് പിന്തുണ നൽകുക എന്നുള്ളത് മാത്രമാണ്. സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്യട്ടെ എന്നുള്ള സമീപനമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. കാരണം വിവാദത്തിലേക്ക്, ഒരിക്കലും സമസ്തയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് കൃത്യമായ ഒരു ശാസന കൂടി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്, സമസ്ത വിവാദങ്ങളിലേക്ക് വലിച്ചിടരുത് എന്നുള്ള കൃത്യമായ ഉദ്ദേശം അല്ലെങ്കിൽ എന്ന ഉപദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഉമർ ഫൈസി മുക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സമസ്തയിലെ വിവിധ വിഭാഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. അതിൽ പ്രധാനമായും ഈ നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ആ രംഗത്ത് വന്നത്. കാരണം എപ്പോഴും സ്ത്രീകളെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചേർത്ത് കെട്ടേണ്ടവരാണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പരാമർശം നടത്തിയാൽ അത് സമസ്തയുടെ ആകെ കാഴ്ചപ്പാടായി മാറുമെന്നും അത് ജനങ്ങൾക്കിടയിൽ അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കിടയിൽ അത് സമസ്തയെ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും കൃത്യമായി അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയിൽ ഈ ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ സരീഷ്, ശരി.